ഈ പൗരത്വ നിയമം 1955 നമ്മുടെ രാജ്യം പാസ്സാക്കുന്നത്. അതിനുശേഷം നിരവധി തവണ ഭേദഗതികളുണ്ടായിട്ട് ആസാം അക്കോർഡിനെ തുടർന്ന് 1986 ആദ്യത്തെ ഭേദഗതി പൗരത്വ നിയമത്തിനുണ്ടായി. പിന്നീട് 1992, 2003, 2015 ഈ ഘട്ടത്തിലെല്ലാം ഭേദഗതികളുണ്ടായി. ഒന്നും മതാടിസ്ഥാനത്തിലായിരുന്നില്ല. എന്നാൽ ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2003 RSSൻ്റെ അജണ്ട നടപ്പാക്കാനുള്ള ആദ്യത്തെ നടപടിക്ക് തുടക്കം കുറിച്ചു. അത് പൊതിഞ്ഞായിരുന്നു. അന്ന് വാജ്പേയി സർക്കാർ ഒരു ഭേദഗതി ഈ നിയമത്തിൽ കൊണ്ടുവന്നു. അതിൽ പറഞ്ഞു വെച്ചു, അനധികൃത കുടിയേറ്റക്കാർ. ഈ ഒരു പദം പൗരത്വ നിയമത്തിൽ വരുന്നത് അപ്പോഴാണ്. അനധികൃത കുടിയേറ്റക്കാർ എന്ന ഒരു പദം കൊണ്ടുവന്നത് അന്ന് വേറൊന്നും പറഞ്ഞില്ല, പക്ഷേ RSS അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഈ അനധികൃത കുടിയേറ്റക്കാർ മതാടിസ്ഥാനത്തിലാണ് എന്ന് നിർവചിച്ചില്ല. അത് ചെയ്തത് ഇപ്പോഴാണ്. എന്നാൽ ദേശീയാടിസ്ഥാനത്തിൽ പൗരത്വ രജിസ്റ്റർ, ദേശീയ പൗരത്വ രജിസ്റ്റർ NRC അത് നിർമ്മിക്കുമെന്ന നിർദ്ദേശം ഈ ഭേദഗതിയുടെ ഭാഗമായി വാജ്പേയിയുടെ കാലത്ത് വന്നു. കൃത്യമായ RSS അജണ്ടയുടെ ഭാഗമായിരുന്നു അത്. 2019 ഭേദഗതിയാണ് മതത്തെ, പൗരത്വത്തെ നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മാറ്റുന്നത്. അതിനോട് ഏത് തരത്തിലാണ് ലോകം പ്രതികരിച്ചതെന്ന് നാം കണ്ടു. ആ സമയത്ത് നമ്മുടെ രാജ്യവുമായി നല്ല സുഹൃത്ബന്ധമുള്ള ജപ്പാൻ, ആ ജപ്പാൻ്റെ പ്രധാനമന്ത്രി ഒരു ഇന്ത്യ സന്ദർശനം തീരുമാനിച്ചിരുന്നു. ആ ഇന്ത്യ സന്ദർശനത്തിന് അദ്ദേഹം വരേണ്ട സമയമാണ്. അപ്പോൾ ഈ നിയമ ഭേദഗതി വന്നപ്പോൾ, പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ, മതാടിസ്ഥാനത്തിൽ പൗരത്വത്തെ നിർവചിക്കാനുള്ള നിയമം വന്നപ്പോൾ ആ ജപ്പാൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തിലേക്ക് ഈ കാരണത്താൽ ഞാൻ വരുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് ആ സന്ദർശനം റദ്ദ് ചെയ്തു. ഇത് ജപ്പാൻ പ്രധാനമന്ത്രി മാത്രമല്ല, ബംഗ്ലാദേശിലെ വിദേശകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആ ഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. അവർ അത് അവസാനിപ്പിച്ച് തിരികെ പോയി. പരിപാടി കഴിഞ്ഞല്ല. ഇത്തരമൊരു നിയമ ഭേദഗതിയോടുള്ള പ്രതിഷേധം, ഇതാണ് ലോകം ഈ ഭേദഗതിയോട് പ്രതികരിച്ച രീതി എന്നത് നാം കാണണം. സംഘപരിവാറിന് ഒരജണ്ട മാത്രമേ ഉള്ളൂ. അവർ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രവുമായി നടക്കുന്നതാണ്. അതാണ് അവരുടെ അജണ്ട. ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ജനങ്ങളിൽ ഒരു വിഭാഗത്തെ ശത്രുക്കളായി കാണുക, ഈ നിലയാണ് സ്വീകരിച്ചു പോകുന്നത്. ഇവിടെ ഇത്തരമൊരു നിയമ ഭേദഗതി വന്നപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ്, മതേതരത്വത്തിൻ്റെ ലംഘനമാണ് എന്ന് മാത്രമല്ല, നാം കാണേണ്ടത് ചില കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യം ചില നടപടികൾ സ്വീകരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടന്ന് രാജ്യത്തിൻ്റെ അത്യുന്നത നീതിപീഠം സുപ്രീം കോടതി ഈ കാര്യങ്ങളിൽ അന്തിമ നിലപാട് പറഞ്ഞതാണ്. അത് മൗലികാവകാശം ഹനിക്കുന്ന രീതിയിൽ സർക്കാരിന് ഒരു നിയമവും കൊണ്ടുവരാനാകില്ല എന്നാണ്. നിയമം കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമുണ്ടല്ലോ.
പാസ്സാക്കാൻ പാർലമെൻറ്റിനും നിയമസഭയ്ക്കും ഒക്കെ അധികാരമുണ്ടല്ലോ. പക്ഷേ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശം ഹനിക്കുന്ന ഒരു നിയമവും കൊണ്ടുവരാൻ അധികാരമില്ല എന്ന് സുപ്രീം കോടതി വ്യക്തത വരുത്തിയതാണ്.